ഹലോ ഗായ്സ്, അപ്പോൾ ട്രാവൽ ചങ്ക്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് മറ്റൊരു യാത്രാ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന ഖത്തറിലെ വളരെ മനോഹരമായ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്കാണ്. ഞങ്ങൾ ഒരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെ, വെറുപ്പിക്കാനല്ല. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. അതെ, ബെൽ ബട്ടൺ അടിച്ചാൽ മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്ത പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. സോ ലെറ്റ്സ് ഗോ. നമുക്ക് ആദ്യം ഐക്യയിലേക്ക് കയറിയല്ലോ റിയ. നമുക്കത് ഐക്യയിലോട്ട് പോവാം. നമുക്ക് ആദ്യം ഐക്യയിലേക്ക് പോവാം. നമുക്ക് ഐക്യ ടൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഫെസ്റ്റിവൽ സിറ്റി ഒക്കെ കാണാം. ഓക്കെ, അപ്പോൾ വെൽക്കം ടു ഐക്ക. ഞങ്ങളപ്പോൾ വീണ്ടും ഐക്കയിൽ വന്നേക്കുവാണ്. ഖത്തറിലെ നല്ല അടിപൊളി ഫേർണിച്ചേഴ്സും ഹോം ഡെക്കർ എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിലും നമുക്ക് ഇവിടെ വന്നാൽ മതി. നമുക്ക് ഇഷ്ടം അനുസരിച്ച് നമ്മുടെ തീം അനുസരിച്ച് നമുക്ക് എല്ലാം വാങ്ങാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഐക്യയുടെ ഉൾവശം. നമുക്ക് ഓരോ ബെഡ്റൂമും സോഫ സെറ്റൊക്കെ അവർ ശരിക്കും വീട്ടിൽ അറേഞ്ച് ചെയ്തേക്കുന്ന പോലെ തന്നെയാണ് അവരെല്ലാം വെച്ചേക്കുന്നത്. റിയ, എന്നാലും ഇപ്പോൾ ഇത് ഭയങ്കര കളർഫുൾ ആണല്ലോ. ഈ കോമ്പിനേഷൻ കൊള്ളാമല്ലോ. നമുക്ക് ഈ സോഫ വാങ്ങിയാലോ? സുഖമുണ്ടോ? ഓക്കെ, നമുക്ക് പിന്നെ വാങ്ങാം കേട്ടോ. പോവാം, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഒരുപാട് വെറൈറ്റീസ് ഓഫ് സോഫകളാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരുപാടുണ്ടല്ലേ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. അതുപോലെ ബഡ്ജറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് നമ്മുടേതായുള്ള ബഡ്ജറ്റിലുള്ള എല്ലാം കിട്ടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ റിയ, വെൽക്കം ടു മൈ ഹോം ടൂർ. ശരിക്കും ഞാൻ ഐക്യയിലാണ് ഇരിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ഇരിക്കുന്ന ആ ഒരു സെറ്റപ്പിൽ തന്നെ എല്ലാവരും ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ വളരെ ചെറിയൊരു സ്പേസിൽ ഇവർ എങ്ങനെ കംഫർട്ടായിട്ട് ചെയ്യാമെന്നുള്ളത് കാണിച്ചു തന്നിരിക്കുകയാണ്. നമുക്കൊരു സോഫ സെറ്റ് ആയാലും കിച്ചൺ ആയാലും എല്ലാം എങ്ങനെ നമുക്ക് ഓർഗനൈസ് ചെയ്യാമെന്ന് വളരെ നല്ല രീതിയിൽ തന്നെ അവർ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതെല്ലാം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് അതുപോലെ നമ്മുടെ വീട്ടിലെ സ്പേസ് അനുസരിച്ച് തന്നെ നമുക്ക് ഇവിടുത്തെ തന്നെ ഡിസൈൻ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്താ വേണ്ടേ? തട്ടുദോശ മതിയോ? ഇച്ചിരി കൂടിപ്പോയോ? ഇച്ചിരി ചമ്മന്തിയുടെ ആയാലോ? എന്നാൽ ആയിക്കോട്ടെ, ഇപ്പോൾ ഉണ്ടാക്കിയേക്കാം. കൊള്ളാം അല്ലേ? കിച്ചണിലേക്ക് വേണ്ട കബോർഡ്സ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ കബോർഡൊക്കെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത് എല്ലാം കറക്റ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചണിലേക്ക് നമ്മുടെ ഫ്രിഡ്ജ് ഉണ്ടോ? അടിപൊളിയല്ലേ ഫ്രിഡ്ജ്? ഡബിൾ ഡോർ, ഇതൊക്കെ തുറക്കുന്ന ദൈവമേ. സ്വിച്ച് ഉണ്ടല്ലോ. ഇത് കൊള്ളല്ലോ. നീറ്റായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നില്ല. ഇവിടെ നീറ്റായിട്ടിരിക്കുന്നത്. ഓക്കെ, ഉപയോഗിച്ചിരുമ്പോൾ അത് കുളമായിക്കോളും. പിന്നെ എന്തോ ഒരുപാട് കബോർഡ്സ് ഉണ്ട്. പക്ഷെ ആ ഒരു തീമായാൽ തന്നെയും മറ്റേ കളർ കോമ്പിനേഷനൊക്കെ നല്ല കറക്റ്റായിട്ട് നമുക്കിവിടെ നോക്കിയെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി. അതെ അതെ അതെ. അത് എങ്ങനെ വേണമെങ്കിലും നമുക്കത് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഗേസ്, വെൽക്കം ടു എൻ്റെ ബെഡ്റൂം. കൊള്ളാമല്ലേ? നല്ല രസമുണ്ട്. നോക്കിയ ബെഡ്റൂം ഇവിടെ, കിച്ചൺ അവിടെ, കബോർഡ്സ് ഇവിടെ, എല്ലാം കൂടെ ഒരു ചെറിയൊരു എന്താണ് ഒരു എന്താ 1 BHK പോലും വേണ്ട. ബാത്റൂമാണ്, ഇൻക്ലൂഡിങ് ബാത്റൂം. ആണല്ലേ? ഇത് ഇവിടെ നിന്ന് വന്നു കഴിയുമ്പോൾ തന്നെ ഇവിടെ കിച്ചണ്, പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു കിച്ചൺ, ഇത് വാഷ്റൂമായി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താണ് നമുക്ക് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനായിട്ട് വാഷിംഗ് മെഷീന്, പിന്നെ ഷവറിങ് ഏരിയ. വളരെ കുറച്ചൊരു സ്പേസേ ഉള്ളൂ. ഒരു 1 BHKയുടെ സ്പേസ് പോലും ഇല്ല. എത്ര പ്രൊഫഷണലായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് കണ്ടില്ലേ? ഇത് കൊള്ളാമല്ലേ? ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടായിരിക്കും ഇതാണ്. ഒരു കൗണ്ടർ ടേബിൾ. അവിടെ നിന്ന് ഓംലെറ്റ് അടിക്കുക, ഇങ്ങോട്ട് തരിക, ഞാൻ ഇവിടെ നിന്ന് കഴിക്കുന്നു. ഇവിടെ നിന്ന് ഓംലെറ്റ് കഴിക്കുക, അവിടെ നിന്ന് നീ ഉണ്ടാക്കുക അല്ലേ? കൊള്ളാമല്ലേ? സെറ്റപ്പാണ്. എല്ലാവരും അടിപൊളിയായിട്ടാണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത്.
ഏറ്റവും മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ചെറിയൊരു ഏരിയ ഉള്ളൂ, 1 BHK പോലും ഇല്ല. അതിനകത്താണ് ഇവരിങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. വെൽക്കം ടു മൈ റൂം ടൂർ. അവിടെ കിടന്നോ. ക്യൂട്ടല്ലേ? ഈയടാ ഇതാണ് എൻ്റെ ഓഫീസ് ടൂർ. അതെ, ഞാൻ ഓഫീസ് സെറ്റപ്പ് ആക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇങ്ങനെ ഇങ്ങനെ കറങ്ങണ ചെയറൊക്കെ ഉണ്ടാവേ. അതെ, നമ്മൾ എല്ലാം ഉണ്ട്. നമ്മുടെ ലൈറ്റ്, നമ്മുടെ ഡെസ്ക്ടോപ്പ് ഉണ്ട്, ഫോൺ എല്ലാം ഉണ്ട്. കണ്ടോ, സെറ്റപ്പില്ല. കൊള്ളാം. അതെ, എനിക്ക് കിട്ടിയ അവാർഡുകളൊക്കെയാണ് ഇതെല്ലാം. പിന്നെ കോഫി കുടിക്കാനുള്ള ഐറ്റംസ്, ബുക്സ്, സ്റ്റോറേജ് സ്പേസ് എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് ഐക്ക ഫുഡ് ടൂർ കൂടി നമുക്ക് നടത്തിയേക്കാം. അപ്പോൾ ഫുഡ് ഇവിടെ നമുക്ക് ഐക്കയിൽ നമ്മൾ ഇങ്ങനെയാണ് സെലക്ട് ചെയ്യണത്. നമ്മളൊരു ട്രോളി ആയിട്ട് പോവുക. അതെ, ഹാൻഡ് സാനിറ്റൈസ് ചെയ്യുക. നമുക്കിഷ്ടമുള്ള ഫുഡ് സെലക്ട് ചെയ്യുക. ഐക്യന്ന് വിഭവസമർത്ഥമായ എല്ലാ സാധനങ്ങളും വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ലെന്തിൽ സൂപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് സ്മാഷ് പൊട്ടാറ്റോ, മീറ്റ് ബോൾസ്, പിന്നെ ഇത് ബ്രൊക്കോളി ആൻഡ് ഓൾസോ ക്ലാസിക് ചിക്കൻ പിസ്സ. നമുക്ക് ടേസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് സൂപ്പിന് തുടങ്ങാം. നോക്കാം സൂപ്പ് എങ്ങനെയുണ്ടെന്ന്. ഓക്കെ ആണോ? ഇനി നമുക്ക് മീറ്റ് ബോൾസ് ഒക്കെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. മീറ്റ് ബോൾസ് എനിക്ക് ഇത് സ്വീഡിഷ് മീറ്റ് ബോൾസ് ആണ്. അപ്പോൾ ആ സോസിൽ മുക്കിയിട്ട് നല്ല കുക്കായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് സ്മാഷ് പൊട്ടേറ്റോ കൂടെ സോസ് മുക്കിയിട്ട് കുറച്ച് എനിക്ക് കൂടി ബാക്കി വെക്കണം. എങ്ങനെയുണ്ട് റിയ സൂപ്പ്? നല്ലതല്ലേ? ലെന്തിൽ സൂപ്പ്. പിസ്സ ട്രൈ ചെയ്യുന്നില്ലേ? പിന്നെ പിസ്സ ഞാൻ തന്നെ ആദ്യം ട്രൈ ചെയ്യാം. ഐക്കയിലെ പിസ്സയാണ്, ക്ലാസിക് ചിക്കൻ പിസ്സ. എങ്ങനെയുണ്ട്? നല്ല, കുറച്ചും കൂടി ചീസും കാര്യങ്ങളും വേണം. കുഴപ്പമില്ല, നല്ലതല്ലേ? നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ വീണ്ടും ഞങ്ങൾ മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഉടൻ വരുന്നതാണ്. അപ്പോൾ മറക്കണ്ട, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. സോ സൈനിങ് ഓഫ്, റിയ എബിൻ. ബൈ ബൈ.